ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ ഉപ്പയാണ്. ഇതുവരെ നമ്മളെ വീഡിയോയിൽ ഒന്നും വന്നില്ല, നിങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പാപ്പാക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഒരു വലിയൊരു ആയുസ് കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. ഇപ്പൊ ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അവിടെ വിരുന്നിന് പോയ ഞാൻ അന്നിട്ട ഷർട്ട് വരെ. മലയാളി യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ അംസ മിന്നു ദമ്പതികളെ മലയാളികൾക്കിടയിൽ സുപരിചിതമാണ്. അംസ ഇന്ന് വളരെ ദുഃഖകരമായ വാർത്തയാണ് യൂട്യൂബ് വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. മിന്നുവിൻ്റെ ഉപ്പാപ്പ ഇന്ന് മരണപ്പെട്ടുവെന്നും ഞങ്ങൾക്കിന്ന് പോവാൻ കഴിഞ്ഞില്ല എന്നുമാണ് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് അംസ യൂട്യൂബ് വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. മിന്നുവിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട്, അവർക്കും മരണ വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ. മിന്നുവിനും അവളുടെ ഉപ്പാപ്പയെ അവസാനമൊന്ന് കാണുവാൻ, ഒരു നോക്ക് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ. എങ്കിലും ഞങ്ങളൊന്ന് പോയി വന്നാലോ, എല്ലാവരും കൂടി ഒന്ന് പോയി വന്നാലോ എന്നും അംസ ചിന്തിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കണ്ണിനൊരു ടെസ്റ്റും കൂടിയുണ്ട്, അത് ചെയ്യാതെ പോയാൽ എന്താകുമെന്നുള്ള ടെൻഷനിലാണ് അംസ ഇപ്പോൾ. എങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വന്നാലോ എന്നും താരം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. ഉപ്പാപ്പ എന്ന് പറഞ്ഞാല് ഉപ്പാന്റെ ഉപ്പയാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പാപ്പ എന്ന് പറഞ്ഞാല് കൃഷിയും കാര്യങ്ങളും, ഒരു സ്ഥലം മൊത്തം അങ്ങനെ ആടുള്ള സ്ഥലമൊക്കെ തേങ്ങും അങ്ങനെ ഓരോ കൃഷിയെല്ലാം ചെയ്ത് അങ്ങനെ അങ്ങനെ അധ്വാനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ നാടൻ ഫുഡ് അങ്ങനെ പിന്നെ ഭയങ്കര ഹോട്ടലിലെ ഫുഡും അങ്ങനെയൊന്നും കഴിക്കുന്ന ആളല്ല. നല്ല ഉണ്ടാക്കിയ നല്ല കണ്ടത്തിലുള്ള ഫുഡും ഒക്കെ കഴിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും ജീവിതത്തിൽ വലിയ അസുഖങ്ങൾ, പിന്നെ പെൺകുട്ടികൾ ഈ ഒരു വിവരങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങളുടെ ദുആന് വേണ്ടി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെയും ദുആ വേണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നമ്മൾ ഓരോ കാര്യവും ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്. അതുപോലെ ഉപ്പാപ്പ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടാനും ഖബർ വിശാലാക്കി കൊടുക്കാനും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അത് മാത്രമേ നമുക്കുള്ളൂ അല്ലേ.